ഹായ് ഗൈസ്, വെൽക്കം ടു ആര്യരാജ്. രാവിലെ കുറച്ച് മുളകൊക്കെ നടാമെന്ന് വിചാരിച്ച് കുറച്ച് പച്ചക്കറി അടർത്തണം. കുറച്ച് മുളക് ഞാൻ ഇതാ നട്ടു. കണ്ടോ കണ്ടോ, ഈ മുളവിനെ ചാരവും കൂടെ ഉപയോഗിക്കണം. സാധാ വളം പോലെയല്ല, ഇതിന് ചാരം കൂടെ ഉപയോഗിക്കണം. കണ്ടോ, ഞാൻ ചാരം കൂടെയൊക്കെ ഉപയോഗിച്ചാണ് ഇതെല്ലാം നട്ടത്. ചെറിയ ഇതിലൊക്കെ ഓരോന്നും നട്ടു, വലുതിലൊക്കെ 2 എണ്ണം വെച്ച് നട്ടു. ഇതെല്ലാം 2 നട്ടായിരുന്നു. വലിയ ചട്ടിയിലൊക്കെ 2 നട്ട്, ചെറുതിലൊക്കെ 1. ഇതിൽ ഹോളിൽ അടച്ചു വെച്ച് അടിയിൽ കുറച്ച് കരിയിലൊക്കെ ഇട്ടതിന് ശേഷം മണ്ണിട്ട് എല്ലാ വളക്കൂട്ടും കൂടി ചേർത്താണ് നട്ട് വെച്ചത്. ഇത്രയും മുളകാണ്. ഇതിന് മുമ്പ് ഞാൻ കുറേ മുളക് നട്ടു. അത് കുറേ ആവശ്യത്തിന് പറിച്ചെടുത്ത് കറിക്ക് ഉപയോഗിക്കുകയും ചെയ്ത് ബാക്കിയൊക്കെ ഉണക്കിയെടുക്കുകയും ചെയ്തു. നമ്മളിതുപോലെ ഒരുപാട് മുളക് തൊട്ട് നമുക്ക് നല്ല നേട്ടമാണ്. എന്താണെന്ന് വെച്ചാൽ കറിക്കൊക്കെ നമ്മൾ 2-3 പച്ചമുളക് അങ്ങ് ചേർക്കണം, മറ്റേ മുളക് കുറച്ച് ചേർക്കണം. ഈ മുളകിലൊക്കെയാണ് ഭയങ്കര കെമിക്കൽ ചേർത്താണ് വരുന്നത്. അത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ കണ്ടില്ലേ, ആ മൂടിൻ്റെ ഭാഗം അഴുകി ഞെട്ടങ്ങ് ഇളകിപ്പോലും. അതൊക്കെ വരാതിരിക്കാൻ നമ്മൾ നല്ല മുളക്, ഫ്രഷായിട്ടുള്ള മുളക് നമുക്ക് പുറത്തേക്ക് ഇതുപോലെ നമ്മൾ നട്ട് വളർത്തണം. എങ്ങനെയാണ് ഞാനിത് നട്ടതെന്നൂടെ ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഒരു പൂച്ചട്ടി എടുത്തിട്ട് ഓടോ എന്തെങ്കിലും വെച്ച് ഹോളിനല്ല, ഇതിനകത്ത് തന്നെ പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഹോളാക്കിയില്ല, ഞാൻ പൊട്ടിയിരിക്കുകയാണ്. ഇതിന് അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ കരിയിലയോ ഇതുപോലെ പുല്ലരിയോ ഇടും. നല്ല വളം. ഇത് നമ്മൾ കുറച്ച് മണ്ണിടണം. മണ്ണ് തെരിച്ച് വീണ്ടും നമ്മൾ കുറച്ച് കരിയില ഇടണം. അല്ലെങ്കിൽ മണ്ണിന് ഇളക്കം കിട്ടും. അല്ലെങ്കിൽ മണ്ണ് ഈ പച്ച മണ്ണ് പോലെ ആയിട്ട് ഇത് അഴുകി പിടിക്കാൻ മണ്ണിന് നല്ല ഇളക്കമുള്ള മണ്ണായിട്ട് തന്നെ ഇരിക്കും. ഇത് എല്ലാം കൂടെ ഉപയോഗിച്ച മണ്ണാണിത്. ചകിരിച്ചോറ്, കോഴിക്കാര, കണ്ടോ, എല്ലാം കൂടെ ചേർന്ന മണ്ണാണ്. അതുകൊണ്ട് ഇതിന് പ്രത്യേക വളം, അടിവളം വേണ്ട. കരിയില ഇട്ടിരിക്കുന്നുണ്ട്, അത് മതി. നമുക്ക് വേറെ കുറച്ച് പുറത്ത് മണ്ണൂടെ വളം കൂടെ ഇട്ട് നട്ടു കൊടുക്കാം. കണ്ടോ, ഞാനിതിന് 2 മുളകാണ് നടാൻ പോകുന്നത്. അതുപോലെ നട്ടതിന് ശേഷം കുറച്ച് വളക്കൂട്ട് ഇതാകണ്ട. ചാരം പ്രധാനമാണ്. കണ്ടോ, മുളകിന് ചാരം പ്രധാനമാണ്. മറ്റു വളക്കൂട്ടുകൾ എല്ലുപൊടിയും വേപ്പൻ പിണ്ണാക്കും ചാണകം ഇത്രയും കൂടെ മിക്സ് ചെയ്ത് കുറച്ചങ്ങ് പുറത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നത് കുറച്ച് അടിയിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അത് കോന്നങ്ങ് കിട്ടിക്കൊള്ളും. ഈ രീതിയിലാണ് എല്ലാം നട്ടത്. കണ്ടോ, ഇതുപോലെ നിങ്ങൾ നടണം. നമുക്കിനി കുറച്ച് പച്ചക്കറി അടർത്താൻ പോയാൽ വരും. രാവിലത്തെ കറിക്കുള്ള പച്ചക്കറി എന്തായാലും പുറത്തു നിന്നൊന്നും വാങ്ങേണ്ടി വരില്ല. ആവശ്യത്തിനുള്ളതൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് അടർത്തിയെടുക്കുന്നത്. പച്ചക്കറിയൊക്കെ ഞാൻ പുറത്തു നിന്ന് വാങ്ങിയിട്ട് കാലങ്ങളായി. ഓണമൊക്കെ വരുമ്പോൾ ചെറിയ ചില ഐറ്റങ്ങൾ മാത്രം വാങ്ങി. മറ്റുള്ള എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് പറിച്ചെടുക്കുന്നത്. പയറൊക്കെ ഇപ്പോൾ കുറച്ചേ ഉള്ളൂ, വലിയ രീതിയിലൊന്നും ഇല്ല പയറൊക്കെ. ഇതിൻ്റെ കൂട്ടത്തിലാണ് പടർത്തി വിട്ടിരിക്കുന്നത്. ഈ പയറിനെയൊക്കെ തത്ത വന്ന് കൊത്തിയെടുക്കാറുണ്ട്. തത്ത വന്ന് ഇതിൻ്റെ കുരുക്കളെയൊക്കെ കൊത്തി തിന്നിട്ട് പച്ചപ്പാനന്തത്തെ പുന്നാരപ്പൂമുത്ത് പൊന്നും പൊൻകരളേ ഉച്ചയ്ക്കു നീ എൻ്റെ കൊച്ചുവാഴത്തോപ്പി ഒന്നുവാ പൊന്നഴകേ. ഇത് കുറച്ച് വഴുതലല്ല. ഇത് കണ്ടോ,
ഇത് നീലാമരി എന്ന് പറയുന്നത്. ഇത് വെളിച്ചെണ്ണ കാച്ചാൻ പറ്റിയ ഒരു ഔഷധ ചെടിയാണ്. നീലാമരിയും കൈതോന്നിയും കറ്റവാഴത്തട നവരയില എല്ലാം കൂടെ ചേർത്ത് വെളിച്ചെണ്ണ കാച്ചണം. മുടി വളരാനും തലവേദനയ്ക്കും തലയ്ക്ക് തണുപ്പും ഒക്കെ കിട്ടാൻ പറ്റിയ വെളിച്ചെണ്ണ കാച്ചാൻ പറ്റും. അങ്ങനെ ഇത്രയും ഇത് പനിയെ പൊടിച്ചു വന്നതാണ് ഇത്രത്തോളം. ഇത് കണ്ടോ, ഇവിടെ തുളസിക്കാടാണ്. ഇഷ്ടം പോലെ തുളസിയാണ്. ഇതാ കണ്ടോ, ഇതൊന്നും ഞാൻ നടണയല്ല, തനിയെ പൊടിച്ചാണ്. ഇഷ്ടം പോലെ തുളസി. അത് കാരണം പടത്തി വയ്ക്കാനും വെളിച്ചെണ്ണ കാച്ചാനും എല്ലാം നല്ല സൗകര്യമാണ്. എല്ലാ സാധനവും ഇവിടെ തന്നെ ഉണ്ട്. ഇത് കണ്ടോ വഴുതലങ്ങ, ഇതാ കേട്ടോ, ഇതിൻ്റെ വലിപ്പം കണ്ടോ. ഒത്തിരിയൊക്കെ ഒത്തിരി കാച്ച് കഴിഞ്ഞതാണ്. നല്ല വലിപ്പത്തിലുള്ള വഴുതലങ്ങ. നല്ല ഇത് തന്നെ ഒരു 5-6 ഇതിൽ തന്നെ ഉണ്ട്. ഇതിൽ 1-2 നമുക്കിപ്പോൾ അടർത്തിയെടുക്കാം. ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയുള്ളത് കണ്ടോ, നല്ല വലിപ്പമുള്ളത്. ഈ ടൈപ്പും ചുവപ്പ് ടൈപ്പും ഞാൻ നട്ടിട്ടിരിക്കുകയാണ്. ഇനി ഞാൻ പറിച്ച് നടണം. കണ്ടോ, കുറച്ച് കോവയ്ക്ക നിന്നത് പഴുത്ത്. കോവയ്ക്കയും കുറേ പയറും വെണ്ടയ്ക്കയും ഇത്രയും. എന്താ വീഡിയോ ഇഷ്ടമായാ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബായ്.